മുംബൈയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അപകട വാർത്തയാണ്. യാത്രാ ബോട്ട് മുങ്ങി 3 മരണം, 20 പേർക്ക് പരുക്ക്. എലിഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ടാണ് മുങ്ങിയത്. അപകട സമയത്തെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ മരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപകടം എങ്ങനെ സംഭവിച്ചു? വിശദാംശങ്ങൾ. ഒരു വലിയൊരു അപകടം മുംബൈയിൽ ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാവുന്നത്. മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് എലിഫന്റ് കേവ്സ് എന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുള്ളത്. അവിടേക്ക് യാത്ര പോയിക്കൊണ്ടിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ യാത്രാ ബോട്ടിൽ ഒരു സ്പീഡ് ബോട്ട് വന്നിടിച്ചതാണ് ഈ അപകടത്തിന് കാരണം. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് ഈ സ്പീഡ് ബോട്ട് നേവിയുടേതാണ് എന്നതാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ബോട്ട് വന്നിടിക്കുന്നതും അതേ തുടർന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഈ അപകട സമയത്ത് നേരത്തെ ഏതാണ്ട് 30ഓളം പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി തുടക്കത്തിൽ വന്ന വിവരം. എന്നാൽ അതല്ല, അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 80ഓളം പേരെങ്കിലും ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ 60ഓളം പേരെ ഇതിനോടകം തന്നെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ വേണ്ടി കഴിയുന്നത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇതോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ആളുകളെ രക്ഷിക്കാനുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും എലിഫന്റ് കേവ്സിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഉപയോഗിക്കാറില്ല. നമ്മളടക്കം ഒരു റൈഡിംഗ് റിപ്പോർട്ടിന്റെ ഭാഗമായി എലിഫന്റ് കേവ്സിലേക്ക് ഇതേപോലെ ബോട്ടിൽ യാത്ര ചെയ്തതാണ്. അന്ന് തന്നെ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യവുമാണത്. ലൈഫ് ജാക്കറ്റ് എല്ലാ യാത്രക്കാർക്കുമൊന്നും കൊടുക്കാറില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നും തന്നെ ഉണ്ടാകാറുമില്ല. അതുകൊണ്ടായിരിക്കാം ഈ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ 3 പേർ തുടക്കത്തിൽ തന്നെ മരിക്കുന്നു, കൂടുതൽ പേരെ കാണാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇപ്പോൾ രക്ഷാദൗത്യം ആ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നേവിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും യെല്ലോ ഗേറ്റ് പോലീസിന്റെ ബോട്ടുകളും ഒക്കെ തന്നെ അവിടേക്ക് എത്തി ഈ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് കുറച്ച് അകലെയാണ് ഈ അപകടം നടന്ന ഉറാൻ മേഖല. ഏതായാലും അവിടെ ഇപ്പോൾ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേറ്റ്വേയിലേക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടവരെയൊക്കെ തന്നെ ഇപ്പോൾ എത്തിക്കുന്നുമുണ്ട്. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനുജ, മുംബൈയിലാണ് യാത്രാ ബോട്ട് സ്പീഡ് ബോട്ടുമായി കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു എന്നതിപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്ഥിരീകരിച്ചത് 3 മരണം എന്നതാണ്. 80 പേർ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. 20 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എലിഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ടാണ് സ്പീഡ് ബോട്ടുമായി കൂട്ടിയിടിച്ചത്.